ലൈഫിലോരോ പ്രശ്നങ്ങൾ വരും. ഇങ്ങോട്ടൊക്കെ എനിക്ക് പേടിയാണ്. അതുപോലെ വാതിലെടുത്തായിരിക്കുന്ന പേടിച്ചോണ്ടിരിക്കുന്നു പ്രിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു. അപ്പൊ ഇന്ന് നമ്മള് അടിപൊളിയായിട്ട് ചീക്കുട്ടീന്റെ കുറെ കാലത്തൊരു ആഗ്രഹമുണ്ട്, 2.5 വർഷമായി കാത്തിക്കുന്നല്ലേ. അപ്പൊ അങ്ങോട്ട് നമ്മള് പോവാണ്. എവിടെയാ സ്ഥലം എന്നല്ലേ ചിന്തിക്കുന്നത്? സ്ഥലം പറഞ്ഞ വിസ്മയ, കണ്ണൂർ വിസ്മയിലോട്ടാണ് നമ്മള് പോകുന്നത്. ഇന്ന് രാവിലെ 11 മണിയാകുമ്പോ അവിടെ എത്തണം. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുള്ളത്, ഏകദേശം ആയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് ടിക്കറ്റ് കിട്ടൂലേ? 9:45 ഇവിടുന്ന് പറക്കണം. ഗൈസ്, അങ്ങനെ ഇതാ നമ്മളിത് വിസ്മയിലെത്തി. വിചാരിച്ചത്ര ലേറ്റ് ആയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ഇതാ അനന്ത് ചേട്ടനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. എനിക്ക് കണ്ണെങ്ങോട്ടാടാ ടിക്കറ്റ് കിട്ടിയിട്ട്? ഗൈസ്, ഇവന്റെ കണ്ണ് വേറെ എവിടെ പോകുന്നു? ടിക്കറ്റ് കിട്ടി എങ്ങോട്ടാന്നുള്ള നോക്കണം. പ്രിയ, ഇനി ഡ്രസ് ഓൾറെഡി നമ്മൾ മാറിയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. ഇങ്ങനെ തന്നെ പോകുന്നത്. എന്നാലും ബാക്കി ബാഗൊക്കെ ഉണ്ട്, അതിൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യണമെന്ന്. എന്നിട്ട് ബാക്കി റൈഡുകളിലോട്ട് കയറാൻ പോകുന്നു ഗൈസ്. അങ്ങനെ ഇതാ ജെൻസ് ലോക്കറിലേക്കാണ് ഞങ്ങൾ സാധനം വെക്കാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറാൻ പോകുന്ന റൈഡാണ് ഈ കാണുന്നത്. അത് എന്റെ മീന് ഇതാ ഇവിടെ റൈഡിൽ കയറി ഇരിക്കുന്നുണ്ട്. ചീക്കോ ആനന്ദ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ എന്നെ ഈ സാധനം കൊള്ളുന്നില്ല ഗൈസ്. എന്റെ കുമ്പ അവിടെ തട്ടുന്നുണ്ട്. എല്ലാരും ഇവിടെ ചിരിക്കുന്നുണ്ട്. പ്രിയ ഗ്യാപ്പിൽ കൂടെ പോകാൻ തോന്നുന്നുണ്ട്. ചീക്കോ, ഈ റൈഡിൽ കയറി കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തത്തിൽ നമുക്ക് ചുറ്റി കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് കയറേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നോക്കട്ടെ. ഗൈസ്, നെക്സ്റ്റ് ഇതാ പ്രിയയും ചീക്കും കൂടി പോകുന്നുണ്ട്. ചീക്കോ, വാട്ട്സ് നെക്സ്റ്റ്? ഇവിടുത്തെ അടിപൊളി ഒരു അഡ്വഞ്ചർ ഗെയിം ആയിരുന്നു ഇത്. ആ റൈഡ് അന്നേരം ദിവസം നോക്കി കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടി ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോയി. നെക്സ്റ്റ് മിറർ മാജിക്. ഇവിടെ മിറർ മാജിക് കയറാൻ വേണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. പേടിപ്പിക്കും, ഉള്ളിൽ നിന്ന് എന്നെ കൈ വിടൂല എന്നുള്ള മറ്റാ നിൽക്കുന്നത്. പേടിപ്പിക്കണ്ട, പേടിപ്പിച്ചിരിക്കും പ്രിയ. എന്താ പ്രിയ? ഗൈസ്, ഒരാൾ ഇവിടെ വഴിയൊക്കെ തെറ്റി വന്നിട്ടുണ്ട്. മിററിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങള് വന്ന വഴി കൂടെ തിരിച്ചിറങ്ങി. ലാസ്റ്റ് എൻട്രൻസ് കിട്ടിയിട്ടില്ല. തിരിച്ചു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി സാധനം, അതിനുള്ള രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നെക്സ്റ്റ് എന്താ? അങ്ങനെ ഇതാ ചീക്കോ കേറിയാ? അനന്ത് നമ്മുടെ ഡ്രൈവറോട് വന്നിരുന്നുണ്ട്. ചീക്കോ ഇവിടെ ബാക്കിലുണ്ട് ഗൈസ്. അങ്ങനെ കാർ അതിവിദഗ്ധമായി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അനന്തമായിരുന്നു കാറിലുണ്ടായിരുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ട് ഓടിച്ചു. പക്ഷെ ചീക്കോ എന്ത് ചെയ്തു? അവള് സ്റ്റിയറിംഗ് കൺട്രോൾ, ഞാൻ ആക്സിലേറ്റർ കൺട്രോൾ ആണ്. നമ്മളെ മൂന്ന് ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ നേരത്തെ പിന്നെ പറ്റുന്നില്ല. എന്റെ ഫോണ് കൈ തിരക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഫുള്ള് കുത്തൽ തന്നെയാണ് ചീക്കോട്ടോ. അടിപൊളി, നല്ല റൈഡാണ്. വന്നെങ്കിൽ മസ്റ്റായിട്ട് ഓടിക്കണം. നല്ല റിസൾട്ട് ആയിരുന്നു. അടിപൊളി റൈഡാണ്. അല്ലേ അനന്ത്? അടിപൊളിയല്ലേ? വരുന്ന ഒരു മസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യണ്ടേ? അതെ, അടിപൊളി. അങ്ങനെ വലിയ ക്യൂ ഇവിടെ നിൽക്കുന്നതിന്റെ ഇടയില് അടുത്ത റൈഡിന്റെ ക്യൂവിന്റെ ഇടയിൽ ചീക്കുന് റെസ്റ്റ് എടുക്കാൻ ആ റൈഡിലേക്ക് ഫ്രോക്ക് റൈഡിലേക്ക് വിട്ടു ലത്തൂസ് നമ്മള്. അങ്ങനെ അവളത് അത് കഴിഞ്ഞ് വന്ന ഏകദേശം നമ്മൾ എൻറ്റർ ചെയ്യാനായി. ഇനി പോവാൻ പോകുന്നത് മാജിക് ഡി. ഇതാണ് നമ്മൾ പോകുന്നത്. ചീക്കോ, അപ്പൊ നമ്മള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് 3D ആയിട്ട് കാണാൻ പോവാണ് കാഴ്ചകളൊക്കെ. പൊളിക്കണം. അങ്ങനെ നമ്മള് 3Dന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അനന്ത് കണ്ടോ ഇവിടെ? അങ്ങനെ നെക്സ്റ്റ് റൈഡിലോട്ട് കയറിയിട്ടുണ്ട്. അനന്തും ഞാനും ഇവിടെ ഉണ്ട്. ചീക്കുട്ടി അപ്പുറം ഉണ്ട്. ഇനി എന്താവും എന്നുള്ളത് അറിയാം.
അങ്ങനെ അമ്മയും മോളും ഇതാ കറങ്ങുന്നതിൻ്റെ ഡാൻസിലും കളിച്ചുകൊണ്ട് ഗൈസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നല്ല ടൈറ്റായിട്ട് മുറുക്കി പിടിച്ചിരുന്നുണ്ട്, നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടില്ല. ഇവർ കൂളായിട്ട് കറങ്ങുന്നുണ്ട്. ഇതെങ്ങനെയാ അറിയില്ല, വന്നിട്ട് തന്നെ അഭിപ്രായം ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് സോങ് ശരിയില്ല, സോങ് വൈബായില്ല, ബാക്കി പൊളി. നിന്റെ പേരൊന്നും അറിഞ്ഞൂടാ, അമ്മയും വരും. ഭയങ്കര ധൈര്യത്തിലിരിക്കുന്നുണ്ട് ഗായ്സ്, എന്താവും ഈശ്വരനറിയാം. അങ്ങനെ ഞാനും അനന്തവും കയറിയിട്ടുണ്ടെങ്കില് യാതൊരു വെറുതെയില്ല. ചീക്കും ഇവിടെ ഉണ്ട്. സിമ്പിൾ. എന്ത് താഴേക്കൊക്കെ ചെറിയതാണ്, പക്ഷെ നല്ല രസമുണ്ട്. അതിൽ കറങ്ങുമ്പോ നല്ലൊരു ഒരു പ്രത്യേക ഫീൽ അല്ലേ? നല്ല രസമുണ്ട്. പ്രിയെല്ലാം കൂടിട്ട് തലയെട്ടിട്ട് ഇറങ്ങിയ ക്യാൻഡിൽ ഇപ്പൊ തൊട്ടിയിലുള്ള ഇറങ്ങിയ പോലാണത്. ചെറിയ തൊട്ടിൽ, പക്ഷെ നല്ല നല്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റൈഡുകൾ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഫുഡ് കഴിക്കേണ്ട തിരക്കിനാൽ പ്രിയ ഓടിപ്പോന്ന് കാണാം. നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ പുതിയ സപ്ലയർ പണി കിട്ടിയിട്ടുണ്ട് അനന്തന്. ഡെയിലി കൂലിയാ? ഡെയിലി അല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്. അനന്തൂന് ലോട്ടറി അടിച്ചു. അനന്തൂന് 4 കഷ്ണം ചിക്കൻ കിട്ടി. മിണ്ടുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത നെക്സ്റ്റ് വാട്ടർ തീം പാർക്കിലോട്ടുള്ള പോകാണ്. വാട്ടറിൽ എന്തെല്ലാം നമുക്ക് നോക്കാം. വാട്ടർ റൈഡ്സ്. വാട്ടർ തീം പാർക്കിൽ എന്നാൽ വാട്ടറിൽ കളിക്കാണ്ട് പോകുന്ന മോശമില്ല. അങ്ങനെ ഞങ്ങളും ഇറങ്ങി വാട്ടറിലോട്ട്. അവിടെ ശ്രീയും പ്രിയും കൂടെ അടിയും പിടിച്ചും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് നമ്മളതാ ചെറുപ്പം തൊട്ടേ നമ്മൾ ശീലിക്കുന്ന സാധനം. ഇതിൽ ഞാനും ഒന്ന് ഊരി നോക്കി. ഒരേ കാലത്തിന് ശേഷം ഞാൻ ഊരിയത്. പിന്നെ ചീക്കു ഊരി, അനന്തും എല്ലാവരും ഇതിലത്തെ ഊരി കളിക്കുന്നുണ്ട്. പ്രിയ എല്ലാവരും ഊരി കളിക്കുന്നുണ്ട്. നല്ലൊരു ഒരു വൈബ് ആയിരുന്നു. നമ്മൾ ചെറുപ്പകാലത്തിലോട്ട് പോകുന്നത്. ഓ, ഈ ഡാൻസിനെയും DJ ഡാൻസ് എന്ന് പറയില്ല തുസേ. നെക്സ്റ്റ് നമ്മള് തിരമാലയിലേക്കാ പോകും. തിരമാലേന്റെ ഉള്ളിലേക്കാ പോകാൻ പോകുന്നത്. എത്രത്തോളം ക്ലിയർ ഉണ്ട് വീഡിയോ അങ്ങനെ തിരമാല തുടങ്ങാനായിട്ടില്ല. എന്തോ ടൈമുണ്ട്, വേവ്സ് വരാൻ ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമേ വേവ്സ് ഉണ്ടാവും. അപ്പോൾ പ്രിയയും ചീക്കും കൂടെ ഡാൻസ് എല്ലാം കളിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് കയറാം. ഇവിടെ ഒരു മെഷർമെന്റ് ഉണ്ട്. ഇതിൽ എന്നിട്ട് 140 ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കയറ്റുള്ളൂ. ശരിക്കും ആവറേജ് ഏന്തരുത്, കറക്റ്റ് ഒന്ന് ഇതാ പോരി നോക്കി ചോദിച്ചു നോക്കാം. ഹൈറ്റ് കുറഞ്ഞു പോയതാണ് ഗായ്സ്. അങ്ങനെ ചീക്കുവിനെ കയറ്റിയില്ല, അളവ് ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പൊ അനന്തും പ്രിയും കയറിയിട്ടുണ്ട്. വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് കാണാം. ഒരു ചോദിച്ചറിയാം. ഈ കാണുന്ന റൈഡിലാണ്, പക്ഷെ അതിൽ ചീക്കുവിനെ കയറ്റിയിട്ടില്ല ഗൈസ്. അനന്തവും പ്രിയും കയറിയിട്ടുണ്ട്. ഇതാ വരുന്നുണ്ട്, കണ്ടോക്കാം. എൻ്റെ അമ്മോ, ഇതിൽ ഞാനൊന്നും കയറാത്ത എന്തായാലും നന്നായി. ചീക്ക് കയറി ചിലപ്പോൾ വെള്ളത്തിൽ ഒളിച്ചു പോയിട്ടുണ്ടാവും ഗൈസ്. നോക്കില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. കോളേജിലെ പ്രിയയും ഗാങ്ങും ഞാനിവിടെ വീഡിയോഗ്രാഫർ. എനിക്കിതിൽ കയറാൻ ഭയങ്കര പേടിയാണെന്നാരും ചിന്തിക്കണ്ട, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കയറില്ല. അങ്ങനെ നെക്സ്റ്റ് ഈ കാണുന്ന സാധനം തൂക്കി പിടിച്ചോണ്ട് ആ കാണുന്ന സ്റ്റെപ്സ് മൊത്തം കയറി ഞങ്ങളും മൂരാൻ പോവുകയാണ് ഗായ്സ്. ചെറുതെവിടെ? ചീക്കോടെ ഞാൻ മിറണ്ടേക്ക് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അമ്മയും മോളും വീണ്ടും പോയിട്ടുണ്ട് അടുത്ത റൈഡിലോട്ട്. ഇവിടെ വരും. വരുന്നിട്ട് രണ്ടെണ്ണം കൂടി എൻ്റെ വെള്ളത്തിലെണ്ണം കൂടി പിട്ട് കുത്തിയിട്ട പോലെ രണ്ടാളും താഴെ വീഴുന്നുണ്ട് ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് സാധനമാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. എന്താ പറയുക, അങ്ങനെ പ്രിയനെയും ചീക്കുവിനെയും ഞങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ട്. ബാക്കിൽ തന്നെ ഞാനും അടിപൊളി സീന്. ഇവിടെ താഴേക്ക് നോക്കിയാൽ തീർന്ന്. അയ്യോ, റിട്ടേൺ പോകുന്നു. താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഗൈസ്. മേലോട്ട് പോയ സാധനോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ വെയിറ്റ് കൂടി താഴേക്ക് പോകാൻ എനിക്ക് തോന്നുന്നത്. മേലെ നമ്മൾ അനന്തന്റെ മുഖം എല്ലാവരും കാണണം ഗൈസ്. പേടിച്ചിട്ട് ചീക്കോ പ്രിയെന്ന് അത്ര വെയിറ്റായിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് വെയിറ്റ്. അയ്യാ, പണ്ടേ പേടിയാണ് ഗൈസ്. ഇത് നടക്കില്ല. സ്പീഡ് കൂടി അനന്തന്റെ മുഖം നോക്കി ഗൈസ്. അനന്തു ബ്രേക്ക് പോയടാ, ബ്രേക്ക് പോയടാ. നമ്മളെപ്പോഴും പേടിക്കാൻ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരും. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഈ കാണുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, താറ്റ പറഞ്ഞു പോയതേ ഓർമ്മയുള്ളൂ. എന്നെ ഒരു ഇത്തിരി വെള്ളം കൊടുത്തിട്ട് ഗായ്സ് ഒന്നും പറയണ്ട. നെക്സ്റ്റ് ഞങ്ങൾ വാട്ടർഫോൾസിലോട്ടാണ് പോയത് ഗൈസ്. അടിപൊളി സാധനം. പ്രിയ എന്റെ കണ്ടല്ലോ
ഇവിടെ വന്നിട്ടില്ലേ പക്ക മിസ്സാ അല്ലേ അമ്മ വാട്ടർഫോൾ പക്ക വാട്ടർഫോൾ അല്ലേ തകർത്ത് ബൈ ഓ ഗായ്സ് ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നിട്ടുള്ള ഒരാളെ കണ്ട ഗായ്സ് പ്രിയ വീട്ടിൽ ഇത്രയും വലിയ കോളാലിന് മുന്നിൽ വെച്ചിട്ട് ഇവിടെ നിന്നാണ് നീന്തൽ പഠിക്കുന്നത് പഠിച്ചാ അങ്ങനെ രണ്ടാളും കൂടി എന്റെ മേത്തേക്കായി ആക്രമണം ഒന്നും പറയണ്ട. നമ്മുടെ ലാസ്റ്റ് റൈഡിലും കൂടി കയറാൻ പോയാലോ ഈ റൈഡോട് കൂടി തീരുമ്പോൾ ടൈം ആയിട്ടുണ്ട് ഏകദേശം. ഈ റൈഡ് വീഡിയോ എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. ടീക്കോ ഓക്കെ ഈ കുട്ടീനെ കാണാനില്ലതാ വരുന്നുണ്ട് ഗായ്സ്. ഇവിടെ ചീക്കു ഇവിടെ ചത്തുപോയി ചീക്കു ഇടിഞ്ഞു വീട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് നമ്മള്. അപ്പോൾ നെക്സ്റ്റ് ഒരു പരിപാടി ആരും പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ വന്നോ. പണ്ടേ ചെറിയ നിലയ്ക്കൽ അടിപൊളി ട്രിപ്പ് വേഗം കഴിയും. ഒരു 10 മണി എടുത്ത് 4-5 മണിയാകുമ്പോൾ എല്ലാം കാണാം. 10:30 മുതൽ അടിപൊളി. ബൈ.